എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം. ഇതാണ് ചായമാൻസ. അപ്പൊ ചീരകളിലെ രാജാവ് എന്നറിയപ്പെടുന്ന ചീരയാണ് ചായമാൻസ. ചായമാൻസനെ മെക്സിക്കൻ ചീര, മായൻ ചീര എന്ന പേരുകളിലൊക്കെ അറിയപ്പെടും. അപ്പൊ പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ഈ ചായമാൻസ. സാധാരണ ചീരയിലുള്ളതിനേക്കാളും 3 ഇരട്ടി പോഷക ഗുണങ്ങൾ കൂടിയതാണ് ചായമാൻസ. അപ്പൊ കണ്ട, ഇതേപോലെയാണ് ചായമാൻസ ഇരിക്കുന്നത്. ചായമാൻസയുടെ ഇലകളാണ് കണ്ട ഇതേപോലെ പാടുകളൊക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാവരും വിചാരിക്കും ഇത് മുരടിച്ചതാണ് അല്ലെങ്കിൽ കേടാണെന്ന്. അങ്ങനെയല്ല, ചായമാൻസയുടെ ഇലകൾ ഇതേപോലെയാണ് ഇരിക്കുന്നത്. കപ്പയുടെ ഇലനോട് സാദൃശ്യമുള്ള ഇലകളാണ് ചായമാൻസയുടേത്. അപ്പൊ ചായമാൻസയുടെ കൃഷി രീതി എന്ന് പറഞ്ഞാൽ നമ്മ ഇതിന്റെ കമ്പ് ഒടിച്ചു കുത്തിയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. എളുപ്പം കമ്പ് പോലും നമ്മ ഒടിച്ചു കുത്തിയാൽ പിടിക്കണതാണ്. യാതൊരു പരിചരണവും വേണ്ടാത്ത ഒരു ചീരയാണ്. നമുക്ക് ഒരു പ്രാവശ്യം നട്ടാ പിന്നെ ഇത് നടണ്ടേ വരൂല. ഇങ്ങനെ മരം പോലെ നിന്ന് വളർന്നോളൂ. നമ്മ ഒടിച്ചെടുക്കും തോറും കണ്ട ഇതേപോലെ ചെനപ്പുകൾ വന്ന് പുതിയ പുതിയ എളുപ്പം ഇലകൾ നമുക്ക് കിട്ടും. അപ്പൊ നമ്മ ഇതിന്റെ തണ്ടുകളൊന്നും നമ്മ കറി വെക്കാൻ ഉപയോഗിക്കൂല. നമ്മ ഇതിന്റെ ഇല മാത്രം ഉപയോഗിക്കുള്ളൂ. അപ്പൊ നമുക്ക് കപ്പയിൽ അടങ്ങിയിരിക്കണ പോലെ ഒരു കട്ടി ഈ ചായമാൻസക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മ നന്നായിട്ട് വേവിച്ച് വേണം കഴിക്കാനായിട്ട്. അപ്പൊ നമ്മ ഇല എടുത്തരിഞ്ഞിട്ട്, എളുപ്പം ഇലകൾ എടുത്തരിഞ്ഞിട്ട് തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത ശേഷം നമുക്ക് തോരൻ വെക്കാം, നമുക്ക് കറി വെച്ച് കഴിക്കുക. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ചീരയാണ്. ഈ കാണുന്ന പോലെ ഒന്നുമല്ല, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ചീരയാണ്. നമുക്ക് യാതൊരു പരിചരണവും കൂടാണ്ട് വളർത്താൻ പറ്റിയതാണ്. നമ്മുടെ പറമ്പിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ നമ്മ ഒരു കമ്പ് കുത്തി കൊടുത്തതിനാൽ നമ്മുടെ ആവശ്യത്തിനുള്ള ചീര നമുക്ക് ഇതിൽ നിന്ന് ഉപയോഗിക്കാൻ വേണ്ടി കിട്ടും. നമുക്ക് വേനൽക്കാലത്ത് നനച്ച് പോലും കൊടുക്കേണ്ട ആവശ്യമില്ല. അത്ര പോലും പരിചരണം ഇല്ലാത്ത ചീരയാണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ചീര തന്നെയാണ് ചായമാൻസ. നമുക്കിപ്പോ സ്ഥലം ഇല്ലാത്തവർക്ക് നമുക്ക് ഗ്രോ ബാഗുകളിലോ അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലൊക്കെ ഒരു കമ്പ് കുത്തി കൊടുത്തതിനാല് നമ്മുടെ ആവശ്യത്തിനുള്ള ചീര കിട്ടും. നമ്മ ഒടിച്ച് എടുക്കും തോറും കൂടുതൽ കൂടുതൽ ചെനപ്പുകൾ വരും. കണ്ട, നമ്മ ഒടിച്ച കമ്പുകളാണ് ആ കാണുന്നത്. ഒടിച്ച കമ്പുകളിൽ കണ്ട ഒരു 5-6 കമ്പ് വന്നേക്കണുണ്ട്. അതേപോലെയാണ് ഈ ചായമാൻസയുടെ ചീര വളരണത്. അപ്പൊ നമ്മ നടാനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ട ഇതേപോലത്തെ ഒരു കൊച്ചു പീസ് ഒടിച്ച് നട്ടാ പോലും പിടിക്കണതാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയ ചീരയുണ്ട് ചായമാൻസ. ചായമാൻസ ചീര രക്തോട്ടമൊക്കെ വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. അപ്പൊ വെരിക്കോസ് വെയിനൊക്കെ ഉള്ളവര് ചായമാൻസയുടെ ഇല ധാരാളമായിട്ട് പതിവായിട്ട് കഴിക്കണം, നല്ലതാണ്. പിന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട് ഈ ചീരക്ക്. അതുകൊണ്ട് പ്രമേഹ രോഗികളൊക്കെ ആഹാരത്തിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്തിയാൽ നല്ലതാണ്. പിന്നെ BP, കൊളസ്ട്രോൾ ഒക്കെ നിയന്ത്രിച്ച് നിർത്തോട്ടെ ചായമാൻസ ചീര. കാൽസ്യം, മെഗ്നീഷ്യം, അയേണൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് വളർച്ചക്കുറവുള്ള കുട്ടികൾക്ക് ഇത് കൊടുത്തതിനാല് നല്ല മാറ്റം ഉണ്ടാവും. ചായമാൻസ പാചകം ചെയ്ത് മാത്രമേ കഴിക്കാവൂ കേട്ടാ. ഇത് നമ്മ പച്ചക്ക് ഒരിക്കലും നമ്മ കഴിക്കാൻ പാടില്ല. നന്നായിട്ട് വേവിച്ചിട്ട് വേണം കഴിക്കാനായിട്ട്. അപ്പൊ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും പോഷക ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് ചായമാൻസ. നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ചീര തന്നെയാണ് ചായമാൻസ ചീര. അപ്പൊ എല്ലാവരും ഒരു കമ്പെങ്കിലും നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.